ഹലോ ഗൈസ്, അപ്പം ഞാനിന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഉമ്മ അയച്ചു തന്ന പാർസൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അത് റിസീവ് ചെയ്യാൻ ഒന്ന് ദുബായിലും ഒന്ന് അജ്മാനിലും ആയിരുന്നു. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഷാർജയിലാണ്. അപ്പോൾ എൻ്റെ എളാപ്പാണ് ഉപ്പയുടെ ബ്രദറും പിന്നെ ഉപ്പയുടെ അനിയത്തിയുടെ മോനുമാണ് വന്നത് ഇവിടെ. അപ്പോൾ ഞാൻ ഷടപടിയെന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് അത്യാവശ്യം വേണ്ട സാധനമൊന്നും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഉമ്മാനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഇവർ വരുമ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് റിസീവ് ചെയ്യാനാണ് ഞാൻ ഇന്ന് പോയത്. എനിക്ക് പൊതുവേ വീക്ക് ഓഫ് വരുന്നത് ട്യൂസ്ഡേ ആണ്. അപ്പോൾ എനിക്ക് അന്നേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്കൊരു വീക്ക് ഓഫ് വന്ന ദിവസം ഞാൻ ആദ്യം എൻ്റെ എളാപ്പൻ്റെ അടുത്ത് പോയിട്ട് റിസീവ് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നല്ലേ, അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിച്ചിട്ട് നേരെ നമ്മൾ അവിടുന്ന് അജ്മാനിലോട്ട് വിട്ടു. കാരണം ഇന്ന് തന്നെ രണ്ടും റിസീവ് ചെയ്യണമായിരുന്നു. അങ്ങനെ അതും കുട്ടികളുടെ പിന്നെ പ്രഹസനം പറയണ്ടല്ലോ, നമുക്ക് കാറിൽ പോകുമ്പോൾ അവരുടെ ഡാൻസും കളിയും അവർക്കൊക്കെ മെട്രോ ഒക്കെ കാണിച്ചിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നമ്മൾ നേരെ അജ്മാനിൽ പോയി. എൻ്റെ സൗണ്ടിന് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും, കാരണം ജലദോഷം പനിയാണ്. ഇവിടെ വന്ന് ക്ലൈമാറ്റ് ചേഞ്ച് ആയതിൻ്റെതാണ്. അങ്ങനെ രണ്ടാമത് പാർസലും റിസീവ് ചെയ്തിട്ട് നമ്മൾ പൊതുവെ വാട്ടർ ഫില്ല് ചെയ്യാറ് അജ്മാനിലാണ്. അങ്ങനെ നമ്മൾ വാട്ടർ ബോട്ടിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഫില്ല് ചെയ്യാൻ ഇതിൻ്റെ കൂടെ നടന്നു. അങ്ങനെ അതും ഫിൽ ചെയ്തിട്ട് നമ്മൾ നേരെ വിട്ടു. നമ്മുടെ റൂം വരുന്നത് ഷാർജ അൽ അസ്രയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ദുബായ് വന്നപ്പോൾ അസ്രയിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നപ്പോൾ മൈസലൂനായി. ഇപ്പോൾ വീണ്ടും നമ്മൾ അൽ അസ്രയിലെത്തി. ഞാൻ വില്ലല്ലാത്ത പിന്നെ ഫ്ലാറ്റ് എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം പുറത്ത് പോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് വില്ലയാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ നമ്മൾ ആദ്യത്തെ പാർസൽ ഓപ്പൺ ചെയ്യാണ്. എന്താണെന്നുള്ളത് എനിക്കറിയാം എന്താണെന്നുള്ള, എന്നാലും എക്സ്ട്രാ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വലിയ മോന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്താണ്. പക്ഷെ അവനക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരിഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. മാംഗോ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവനും എൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നല്ല പാടായിരുന്നു. നമ്മൾ കത്തി അകത്തൊന്നും എടുക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ കയ്യിൽ തന്നെ പൊട്ടിച്ചു. നമുക്ക് ആദ്യം നൂഡിൽസ് ആയിരുന്നു, 2 പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു. പെരുന്നാളൊക്കെ വരികയല്ലേ, അങ്ങനെ മന്തി മസാലയ്ക്ക് ഞാൻ നാട്ടിൽ നിന്നാണ് വിളിപ്പിച്ചത്. ആദ്യമായിട്ടോ ഞാൻ മന്തി മസാല നാട്ടിൽ നിന്ന് വിളിപ്പിക്കുന്നത്, കാരണം ഒരു നാട്ടിലത്തെ ആ ഒരു ഫ്ലേവർ വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കബാബ് പൊടിയൊക്കെ നാട്ടിലത്തേത് ഇഷ്ടമാണ്. പാക്കറ്റ് കബാബ് പൊടി കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മളെ എൻ്റെ ഏട്ടത്തിയുടെ നാടാണ് വിട്ട്ല. അപ്പോൾ വിട്ട്ല സൈഡൊക്കെ ഒരു മലബാർ എന്നുള്ളൊരു കബാബ് പൊടി കിട്ടും, ഭയങ്കര ടേസ്റ്റാണ്. അത് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ മോം ടു ബി ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് കുറേ സ്വീറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉമ്മ എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് പിന്നെ ചില്ലി പൗഡർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മാംഗോ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് മാംഗോ ടേസ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ പോയിട്ട് ബ്രദറിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. ഇറ്റ് മീൻസ് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചിപ്സും ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നൂഡിൽസും മന്തി മസാല ആയിരുന്നു, പക്ഷെ എനിക്ക് എക്സ്ട്രാ ഒരുപാട് ഐറ്റംസ് കിട്ടി. നല്ല സന്തോഷം ആയി, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പാർസൽ എന്ന് വരുമ്പോൾ പ്രത്യേക നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പെരുന്നാളിന് ഡ്രസ്സും ഞാൻ നാട്ടിൽ നിന്നാണ് മേടിപ്പിച്ചത്, കാരണം ഇവിടെ ഇച്ചിരി എക്സ്പെൻസ് ആണല്ലോ. പിന്നെ നാട്ടിൽ നിന്ന് വന്ന സമയം അതുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ട് കൊടുത്ത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഡ്രസ്സും കിട്ടി. കുട്ടികൾക്ക് ഞാൻ വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എടുക്കാൻ സമയം കിട്ടിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി എടുത്തു അവരുടെ അടുത്ത് കൊടുത്തയക്കാൻ പറഞ്ഞു. അങ്ങനെ അതും അവർ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഇട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരു കുട്ടി ബ്ലോഗറാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.